ഹലോ ഒരുപാട് എല്ലാവർക്കും ഫോൺ മണി ഡിവിഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന റിയൽമി 10 Pro Plus വേഴ്സസ് നമ്മുടെ റിയൽമി 9 Pro Plusന്റെ കമ്പാരിസൺ റിവ്യൂ ആണ്. സോ രണ്ട് നമ്മുടെ ഇരിക്കുന്ന 8GB 128GB വേരിയൻസ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാൻസി ഹൈപ്പർ സ്പേസ് കളറും ഇത് നമ്മുടെ ഒറോറ ഗ്രീൻ കളറാണ് നമ്മുടെ റിയൽമി 9 Pro Plus. സോ റിയൽമി 9 Pro Plusന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ക്യാമറ സെൻസർ. ദാറ്റ് മീൻസ് സോണി IMX766 ഒരു 50,000 അല്ലെങ്കിൽ 45,000 രൂപ അറൗണ്ടിലുള്ള സെൻസർ 25,000 രൂപ അറൗണ്ട്. അത് ഫ്ലിപ്കാർട്ട് ബിഗ് ലെൻസിലേക്ക് ഇൻസൈൻ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസ് ആയിരുന്നു റിയൽമി 9 Pro Plus. പക്ഷേ ഇവർ അപ്ഗ്രേഡ് കൊണ്ട് 10 Pro Plus യൂസ് ചെയ്യുന്നത് 108 MB സെൻസറാണ്. അത് സാംസങ്ങിൻ്റെ HM6 സെൻസറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ തിങ് ഈസ് ഇത് OIS ഉണ്ട്. ദാറ്റ് മീൻസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്ന ഒരു സെൻസറാണ് നമ്മുടെ സോണി IMX766 റിയൽമി 9 Pro Plus. പക്ഷേ ഇതിനകത്ത് OIS ഇല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, ജസ്റ്റ് EIS മാത്രമേ ഉള്ളൂ. സോ നമുക്കത് ഫസ്റ്റ് നമുക്ക് സ്റ്റെബിലൈസേഷൻ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഡിഫറൻസ്. ഓക്കെ, ദെൻ നമുക്ക് മെയിനായിട്ട് വരുന്നത് വേറെ രണ്ട് ക്യാമറാസ് വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡ് ആണ് രണ്ടിലും വരുന്നത്. പിന്നെ പേരിന് ട്രിപ്പിൾ ക്യാമറാസ് എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു 2 MB മാക്രോ ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും 16 MB സെൽഫി ക്യാമറാസ് ആണ് രണ്ടിനും ഫ്രണ്ടിൽ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ക്യാമറ കമ്പാരിസൺ ആണ് റിയൽമി 10 Pro Plusഉം റിയൽമി 9 Pro Plusഉം തമ്മിൽ. ആൻഡ് ഡിഫറൻസസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ആ സ്കൈയുടെ ടോൺസ് ഒക്കെ കുറച്ചൊരു വാം ടോൺ കയറി വന്നിട്ടുണ്ട് നമ്മുടെ റിയൽമി 10 Pro Plusൽ. പക്ഷേ ഒറ്റ ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം രണ്ടും അത്യാവശ്യം നല്ല, ദാറ്റ് മീൻസ് ഫസ്റ്റത്തെ ആ ഒരു ട്രീറ്റ് കൊണ്ടുവരാം, അത്യാവശ്യം രണ്ടും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സോണി IMX766 നല്ല സെൻസറാണെന്ന് പറയുന്നത്. HM6 എനിക്ക് അത്ര ഒരു ഇമ്പ്രഷൻ, പക്ഷേ ഫസ്റ്റ് ഇമ്പ്രഷനിൽ ഞാൻ ലൈറ്റായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇനിഷ്യൽ ഇംപ്രഷൻസ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് ഡിഫറൻസ് അറിയാം. റിയൽമി 9 Pro Plusൽ ആ ഒരു കളർ ഗ്രേഡിങ് കറക്റ്റ്, ആ ഒരു എന്താണ് പറയുക, ഡാർക്ക് കളേഴ്സ് ലൈറ്റ് അതൊക്കെ കൃത്യമായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് വാഷ്ഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് കേട്ടോ. ആ കളറിൻ്റെ ആ ഏരിയാസ് മൊത്തം വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട് നമ്മുടെ റിയൽമി 10 Pro Plusൽ. സോ ആ ഏരിയാസ് കുറച്ചുകൂടെ നല്ലത് റിയൽമി 9 Pro Plus ആണ്. പിന്നെ ഈ ഒരു ഏരിയാസ് നോക്കിയാൽ ഇത് കുറച്ചും കൂടെ നല്ലത് റിയൽമി 9 Pro Plus തന്നെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സിനാരിയോസ് അതും ആ ഒരു വാം ടോൺ, ഇവിടെ നോക്കിയാൽ ആ വാം ടോൺ കയറി വന്നിട്ടുണ്ട്. ഇതാണ് എക്സാക്റ്റ് സ്കൈ ടോൺസ് വന്നിരിക്കുന്നത് നമ്മുടെ റിയൽമി 9 Pro Plus ആണ്. സോ ഇച്ചിരി വാം ടോൺ കയറി. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ വലിയ ഇഷ്യൂസ് ഇല്ല. ആൻഡ് നിങ്ങൾ നോക്കിയറിയാം ബാക്കിയൊക്കെ കുറച്ച് ഓൾമോസ്റ്റ് നന്നായിട്ട് ചെറിയൊരു ലൈറ്റായിട്ട് ഇവിടെ ഇച്ചിരി കൂടെ ക്ലോസപ്പ് പോകുന്നത് നമ്മുടെ റിയൽമി 10 Pro Plusലേക്കാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഷോട്ട് നോക്കാം. ഓക്കെ, സോ രണ്ടിനും പോർട്രേറ്റിന് എഡ്ജ് ഡിറ്റക്ഷൻ ഇച്ചിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ടിനും മുകളിലൊക്കെ ഇച്ചിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇവിടെ 10 Pro Plusന് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് റിഗാർഡിങ് ദ സാമ്പിൾ നോക്കുവാണെങ്കിൽ രണ്ടിൻ്റെയും കളർ ഇച്ചിരി കൂടെ വിവിഡ് കളേഴ്സ്, ഇച്ചിരി കൂടെ വാം ടോൺസ് ഇച്ചിരി ഒക്കെയാണ് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ ഒരു നാച്ചുറൽ ടോൺസിനോട് ഇച്ചിരി ക്ലോസ് ആയിട്ടുള്ളൊരു കളേഴ്സും ലൈറ്റ് ഒരു വൈബ്രൻ്റ് കൊടുത്തിട്ടുള്ളൂ. സോ ഇറ്റ്സ് എ പേഴ്സണൽ ഫ്രണ്ട്സ്. എനിവേസ് എനിക്ക് ഇത് ഇച്ചിരി ഇഷ്ടപ്പെട്ട റിയൽമി 9 Pro Plus ആണ്. അനന്തര ഷോട്ട്. ഓക്കെ, ഇത് റിയൽമി 9 Pro Plusൽ ഈ ഷോട്ട് കണ്ടോ, ഇത് നോക്കിയാൽ ബ്ലറായി പോയിട്ടാണ് റിയൽമി 10 Pro Plus എടുത്തിട്ടുണ്ട് കണ്ടത്. ആൻഡ് മൾട്ടിപ്പിൾ ടൈംസ് ആ ഷോട്ടിന് ഇട്ട് നോക്കി കണ്ടോ, എല്ലാ ഷോട്ടിലും സെയിം തന്നെ ഫോക്കസ്ഡ് ആയിട്ടില്ല. സോ റിയൽമി UI 4.0 രണ്ടും കിടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷോട്ട് ലെറ്റ്സ് കമ്പയർ. ഓക്കെ, കണ്ടോ
ഇച്ചിരി ക്ലോസ്ഡ് സബ്ജക്റ്റായി പോകുന്നൊക്കെ റിയൽമി 10 Pro Plus ആണ്. ബട്ട് നോട്ട് ഒരു മാർജിനൽ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫോട്ടോസ് ഞാൻ വിചാരിച്ചൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ടാവും, റിയൽമി 9 Pro Plus ആയിരിക്കും നല്ലതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കേസ്. അതിൻ്റെ 108 MB മോഡ് വേഴ്സസ് 50 MB മോഡ് എടുത്ത 2 പിക്സ് ആണ്. രണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ക്രിസ്പിനെസ് ഒക്കെ രണ്ടും വന്നിട്ടുണ്ട്. ആൻഡ് രണ്ടിൻ്റെയും മാക്രോ ഷോട്ട് അത്യാവശ്യം നല്ല. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ റിയൽമി 10 Pro Plusൻ്റെ മാക്രോ ഷോട്ട്സ് ആണ്. ഓക്കെ, സോ അനദർ ഷോട്ട്. ഓക്കെ, രണ്ടും അത്യാവശ്യം കൊള്ളാം. കുറച്ചും കൂടെ നന്നായിട്ട് എടുത്തേക്കുന്നത് റിയൽമി 10 Pro Plus ആണ്. ഓക്കെ, ആ ഇഷ്യൂ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ, ആ സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്യാനുള്ള ഇഷ്യൂ റിയൽമി 9 Pro Plusന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കളർ ടോൺസിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇച്ചിരി കൂടെ ഡാർക്ക് കളേഴ്സാണ്, ദാറ്റ് മീൻസ് ഇച്ചിരി വൈബ്രൻറ്റ് കളേഴ്സാണ്. ഇത് ഇച്ചിരി കൂടെ സട്ടിൽ കളേഴ്സാണ്, ഇച്ചിരി കൂടെ ഒരു നാച്ചുറൽ കളർ ടോൺസിനോട് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കളേഴ്സാണ് റിയൽമി 9 Pro Plus റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ക്യാമറയുടെ ജസ്റ്റ് 108 MB 50 MB HM6 അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ OS ഇല്ലാത്തതിൻ്റെ നല്ലൊരു ഡിഫറൻസ് ഇവിടെ കാണാനുണ്ട്. സോ നെക്സ്റ്റ് നമ്മുടെ വീഡിയോഗ്രാഫി. രണ്ടും 4K at 30 FPS എടുത്തൊരു വീഡിയോ ആണിത് രണ്ടിൻ്റെയും. ഇതാണ് 10 Pro Plus, ഇതാണ് 9 Pro, മേളിലാണ് 9 Pro Plus. ആൻഡ് ഇവിടെ നോക്കിയറിയാം നല്ല എന്ന് പറഞ്ഞാൽ അന്യായ ഷേക്കുണ്ട്. ഇത് പിന്നെയും ഉണ്ട്, പക്ഷേ ഇൻ കമ്പാരിസൺ വിത്ത് ഇത് ഇച്ചിരി കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ റിയൽമി 9 Pro Plusന്. രണ്ടിനും ഉണ്ട്, എന്നാലും സ്റ്റിൽ 10 Pro Plus ഭയങ്കര ഷോക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ സ്ഥിരം ഓടിക്കൊണ്ടെടുത്ത വീഡിയോ ആണ്. ആൻഡ് ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ഏതാ 10 Pro Plus ഏതാ 9 Pro Plus. സോ ഇൻ 3, 2, 1 ഗോ. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഉണ്ടോ, അന്യായ താഴത്തെയാണ് 10 Pro Plus അന്യായ ഷെയ്ക്കായിരുന്നു. ദാറ്റ് മീൻസ് ഓടിക്കൊണ്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ 10 Pro Plus അന്യായ ഷെയ്ക്കാണ്. 9 Pro Plus നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഈവൻ നമുക്കൊരു EIS വെച്ചിട്ട് അൾട്രാ സ്റ്റേബിൾ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് കുഡിൻ കോപ്പ് അപ്പ് എന്ന് ഞാൻ പറയും. കണ്ട് നമുക്ക് കാണിച്ചു തരാം. വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇതാണ് മോഡ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അൾട്രാ സ്റ്റഡി മോഡ് കിട്ടുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് കാൺട്ട് ഡു ഇറ്റ് വെൽ. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഒരു ട്രാക്കിംഗ് ഷോട്ട് പറഞ്ഞൊരു മോഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു OS കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയാണ്. 108 MB HM6 ഒരു വലിയ സീനൊന്നുമില്ല. ചെറിയ ചില ഏരിയാസിൽ ഒപ്റ്റിമൈസേഷനിൽ റെഡി ആക്കാവുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് OS ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആൻഡ് ദെൻ റിഗാർഡിങ് ദ ഫ്രണ്ട് സെൽഫി ക്യാമറാസ്, നമുക്ക് സെൽഫി ക്യാമറാസ് കാണിച്ചു തരാം. അടുത്ത സാമ്പിൾ ഷോട്ട്സ്. ഓക്കെ, ഇവിടെയും വാം ടോൺസ് കയറി വന്നിട്ടുണ്ട്. നമ്മുടെ റിയൽമി 10 Pro Plus വെച്ച് വാം ടോൺസ് ആണ് മിക്കയിടത്തും കയറി വന്നേക്കണം ഇൻ കമ്പാരിസൺ ചെയ്തപ്പോൾ. ഓക്കെ, നോക്കിയറിയാം ഇവിടെ നല്ല വാം ടോൺ ആണ്. ഇത് ഇച്ചിരി ഇങ്ങനെ നാച്ചുറൽ ടോൺസ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ഇച്ചിരി വാം ടോൺ ആണ് നമ്മുടെ 10 Pro Plus. അതിന് ഷോട്ട് നിങ്ങൾ ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര വാം ടോൺ വന്നിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഒരു നാച്ചുറൽ ടോൺ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് എക്സാക്റ്റ് സ്കിൻ ടോൺ. ഇത് ഇച്ചിരി എക്സ്ട്രാ വാം വന്നിരിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ. എല്ലാ ഷോട്ട്സിലും ആ ഒരു സംഭവമുണ്ട്, ആ വാം ടോൺ കയറി വന്നിട്ടുണ്ട്. അത് ഒപ്റ്റിമൈസേഷനിൽ റെഡി ആവേണ്ടതാണ്. ഓക്കെ, ഇത് കണ്ടോ, എല്ലാ ഷോട്ട്സിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. വാം ടോൺസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ സീനില്ല. നമുക്ക് എൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സ്റ്റിൽ ആ വാം ടോൺ നിങ്ങൾക്ക് എപ്പോഴും നോക്കിയാൽ ഇതിനകത്ത് റിയൽമി 10 Pro Plus 9 Pro Plusൽ വാം ടോൺ ഇല്ല. പക്ഷേ കുറച്ചുകൂടെ ഷെയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ റിയൽമി 9 Pro Plusനാണ്. കാരണം ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഒരു മോഡ് വന്നിട്ടുണ്ട് അൾട്രാ സ്റ്റേബിളിൻ്റെ. അതാണ് അത്ര ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല 10 Pro Plus. ഓക്കെ, സോ ഓവറോൾ ഞാൻ എൻ്റെ ക്യാമറ ഓടിച്ചൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. OS അത് ഡെഫിനറ്റ്ലി വീഡിയോയിൽ ഞാൻ ഒരു ക്ലിയർ വിന്നർ റിയൽമി 9 Pro Plus തന്നെയാണ്. 10 Pro Plus ക്യാമറയിൽ ഓക്കെയാണ്. എൻ്റെ 9 Pro Plus ആണോ 10 Pro Plus ആണോ ക്യാമറ ബെസ്റ്റ് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ 9 Pro Plus തന്നെ പറയും. പക്ഷേ ചില സിനാരിയോസ് മീൻസ് HDR 9 Pro Plus പെർഫോം ചെയ്തു, പക്ഷേ പോർട്രേറ്റ് ഫോട്ടോസ് അത്ര തന്നെ പെർഫോം ചെയ്തില്ല. ആൻഡ് റിയൽമി 10 Pro Plusൽ വാം ടോൺസ് കുറച്ച് കയറി വന്നിട്ട് അത് ഇച്ചിരി അലമ്പായിട്ടുണ്ട്. പക്ഷേ ചില സിനാരിയോസ് ലൈക്ക് ക്ലോസപ്പ് പോർട്രേറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചില സിനാരിയോസ് HDR സിനാരിയോസ് ഇച്ചിരി ഷോക്കായിട്ടാണ് നമ്മുടെ 10 Pro Plus മാനേജ് ചെയ്തത്. അവിടെ റിയൽമി 9 Pro Plus നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. സോ മിക്സഡ് റിവ്യൂ. പക്ഷേ മെയിൻ തിങ് വീഡിയോയ്ക്ക് കംപ്ലീറ്റ് നോയാണ് നമ്മുടെ 10 Pro Plus. ഉള്ളി ഞാൻ റെക്കമെൻഡ് ചെയ്യുക റിയൽമി 9 Pro Plus. ഫ്രണ്ട് ക്യാമറ വീഡിയോ കുഴപ്പമില്ല കേട്ടോ, റിയൽമി 10 Pro Plus നല്ല. പക്ഷേ റിയർ ക്യാമറ വീഡിയോ അങ്ങ് നോക്കിയേ വേണ്ട റിയൽമി 10 Pro Plus. ദാറ്റ്സ് സ്റ്റിൽ യു ക്യാൻ കീപ് അപ്പ് വിത്ത് ദ റിയൽമി 9 Pro Plus. So guys, that's already signing off. It's Phone Mania.